ശിവായ. മെയ്കണ്ഠദേവൻ്റെ ശിവജ്ഞാനബോധത്തിലെ അടുത്ത ഒരു പദ്യത്തിലേക്ക് നാം കിടക്കുകയാണ്. ഇവിടെ പ്രധാനമായിട്ടും പഞ്ചഭൂതങ്ങളിൽ നിന്നുത്ഭൂതമായ പഞ്ച ഇന്ദ്രിയങ്ങളാൽ ചുറ്റപ്പെട്ട ആത്മാവിൻ്റെ ബന്ധനാവസ്ഥയിൽ നിന്ന് തനിക്ക് മോചനം കിട്ടാൻ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ നാം കാണുന്നത്. നമുക്ക് ആ കവിതയിലേക്ക് കിടക്കാം. ഐമ്പുല വേടരിൽ അയർന്തനൈ വളർന്തന തമ്മുതൽ കുരുവുമായി അവത്തിനിൽ ഉണർത്തവിട്ട് അന്നിയം ഇൻമെയ്യൻ അരൻ കഴൽ ചെല്ലുമേ. 5 ഇന്ദ്രിയങ്ങളാകുന്ന വേടന്മാരുടെ നടുവിൽ വളർന്ന ആത്മാവ് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി മറന്നിരിക്കുമ്പോൾ ചര്യ, ക്രിയ, യോഗം മുതലായ സാധനകളുടെ ഫലമായി ആദിമസത്തയാകുന്ന ഗുരു വന്ന് അതിൻ്റെ സത്യാവസ്ഥ അതിനെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ ആത്മാവ് തന്നില ഉണർന്ന് വേടരുമായുള്ള സഹവാസം നിർത്തി തന്നിൽ നിന്ന് അന്യമല്ലാത്ത ശിവൻ്റെ പാദകമലത്തിൽ അണയുന്നു. അപ്പോൾ ജീവാത്മാവ് ആ ഭഗവാൻ ശിവൻ്റെ പരബ്രഹ്മത്തിൻ്റെ കമലത്തിൽ അണഞ്ഞ് ഒന്നാകുന്നു. അതായത് പശു പതിയിൽ ലയിക്കുന്നു. അപ്പോൾ പശുവിന് എപ്പോഴാണ് മോചനം ലഭിക്കുക? ഗുരുരൂപത്തിൽ, അതിൻ്റെ ആദിസത്ത ഗുരുരൂപത്തിൽ വന്ന് ഈ ജീവാത്മാവിനെ യഥാർത്ഥ സത്ത എന്താണ് എന്ന് ഉണർത്തുന്നു, ബോധ്യപ്പെടുത്തുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് പശുവാകുന്ന ജീവൻ അതിൻ്റെ യഥാർത്ഥ സത്ത ഉണർത്തപ്പെടുമ്പോൾ, അറിയുമ്പോൾ ആ പശു പതിയിൽ ലയിക്കുന്നു. അങ്ങനെ പശുപതിയായി മാറുന്നു. എന്തുകൊണ്ടാണ് ഈ പശു പതിയിൽ നിന്ന് വേറിട്ട് നിന്നത്? അത് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന വേടന്മാരുടെ നടുവിലാണ് ഈ ജീവാത്മാവ് കുടികൊള്ളുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ വേടന്മാരാരാണ്? പഞ്ചേന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക് തുടങ്ങിയ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ശരിക്കും ജീവാത്മാവിനെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്ന് അതിനെ മറച്ചിരിക്കുന്നു. അതായത് 3 മലങ്ങൾ, ആണവ മലാദി മലങ്ങൾ കൊണ്ട് ജീവനെ മറച്ചിരിക്കുന്നു, പശുവിനെ മറച്ചിരിക്കുന്നു. അതുകൊണ്ട് ആത്മാവിന് അതിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ ആത്മാവ് ജീവനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. സത്യത്തിൽ ഈ ആത്മാവ് തന്നെയാണ് ജീവൻ എന്ന സത്യം എപ്പോഴറിയുന്നു? അന്തസത്തയായ ആദിസത്തയായ ഗുരു വന്നുണർത്തിക്കുമ്പോൾ. ഇവിടെ ആദിസത്തയായ ഗുരു ശിവനാണ്. അതായത് ശിവകൃപ, ശിവൻ്റെ അരുളുണ്ടാകുമ്പോൾ ഈ
ജീവാത്മാവ് അതിൻ്റെ ആവരണങ്ങളെല്ലാം മാറ്റി ആ ആത്മാവ് ശിവസുന്ദരത്തിൽ ലയിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 5 ഇന്ദ്രിയങ്ങളാകുന്ന വേടന്മാരാണ് ആത്മാവിനെ മറച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തിയാൽ, പഞ്ചേന്ദ്രിയങ്ങളെ നമ്മുടെ വരുതിക്ക് നിർത്തിയാൽ നമ്മുടെ ജീവൻ, നമ്മുടെ പശു, നാമാകുന്ന പശു പരബ്രഹ്മമാകുന്ന പതിയിൽ ലയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വേടന്മാരാണ് കുഴപ്പക്കാർ. വേടന്മാരുടെ സംരക്ഷണയിലാണ് ജീവൻ ഇപ്പോൾ കുടികൊള്ളുന്നത്. ഈ വേടന്മാരാരാണ്? പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളുടെ അടിമയായതുകൊണ്ടാണ് ജീവനും ആത്മാവും രണ്ടാണെന്ന് നമുക്ക് തോന്നുന്നത്. സത്യത്തിൽ ജീവനും ആത്മാവും ഒന്നാണ്. അതെപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ കെട്ടുപാടുകൾ മുറിച്ച് മാറ്റപ്പെടുമ്പോൾ, അതായത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആധിപത്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നാം പഞ്ചേന്ദ്രിയങ്ങളുടെ അടിമയായി ജീവബോധത്തിൽപ്പെട്ട് മായയിൽപ്പെട്ട് കഴിയുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വരുതിയിൽ നിർത്തിയാൽ, അതായത് വേടന്മാരായ പഞ്ചേന്ദ്രിയങ്ങളെ ആത്മാവിൻ്റെ കാവലിൽ നിന്ന് ഒഴിവാക്കിയാൽ ഈ ആത്മാവ് തന്നെ ശിവമായി തീരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇത് വേടന്മാരുമായിട്ടാണ് പഞ്ചേന്ദ്രിയങ്ങളെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഈ വേടന്മാർ പഞ്ചേന്ദ്രിയങ്ങളാൽ മൂടപ്പെട്ട ആത്മാവ്, ബന്ധനസ്ഥനാക്കപ്പെട്ട ആത്മാവ്. ഈ അലങ്കാര കൽപ്പന വേദങ്ങളിലെല്ലാം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഉപനിഷത്തുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അദ്വൈത വേദാന്തത്തിൽ സാധാരണ ഈ അലങ്കാര കൽപ്പന തന്നെയാണ് ഉപയോഗിക്കുന്നത്. വേടന്മാർക്കിടയിൽ അവരിൽ ഒരാളായി വളരാൻ ഇടയായ രാജകുമാരൻ തൻ്റെ ജന്മത്തെക്കുറിച്ചുള്ള വസ്തുത മനസ്സിലാക്കുന്ന നിമിഷം താൻ രാജകുമാരനാണെന്ന് ബോധിക്കുന്നു എന്ന് അദ്വൈത ചിന്തയിൽ ഒരലങ്കാര കൽപ്പനയുണ്ട്. അപ്പോൾ ഗുരു വന്ന് ഉപദേശിക്കുകയാണ്, നീ ആത്മാവാണ് എന്ന് ജീവനെ ഉണർത്തിക്കുകയാണ്. അതായത് രാജകുമാരൻ വേടന്മാർക്കിടയിൽ വളർന്നതുകൊണ്ട് അയാൾ വേടനായി തീർന്നു. പക്ഷേ രാജകുമാരനാണെന്ന് ഗുരു അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഉണർത്തിക്കുമ്പോൾ അയാൾ സത്യമറിയുകയും അയാൾ രാജകുമാരനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതേപോലെയാണ് വേടന്മാരാകുന്ന പഞ്ചേന്ദ്രിയങ്ങളുടെ ബന്ധനത്തിൽപ്പെട്ട് കഴിയുന്ന ആത്മാവ് തൻ്റെ നിജസ്ഥിതി, തൻ്റേതായ ആ സ്വരൂപത്തെ അറിയാതെ വിഷമിച്ച് കഴിയുന്നത്. അപ്പോൾ ആത്മസത്തയായ ആദിസത്തയായ ഗുരു വന്നിട്ട് പറയുകയാണ്, അല്ലയോ ജീവാത്മാവേ, നീ സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ് എന്നുള്ള ആ സത്യം ഉണർത്തിക്കുന്നതോടുകൂടി ആ ആത്മാവ് അതിൻ്റെ നിജസ്വരൂപത്തെ തിരിച്ചറിയുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അലങ്കാര കൽപ്പനയിലൂടെ മെയ്കണ്ഠദേവൻ നമ്മളോട് പറയുന്നത്. അതായത് മെയ്കണ്ഠദേവൻ പറയുകയാണ്, നീ ആത്മാവ് തന്നെയാണ്, പക്ഷേ നിനക്കതറിയാൻ പറ്റുന്നില്ല. അതിന് കാരണം എന്താണ്? നീ പഞ്ചേന്ദ്രിയങ്ങളാൽ ബന്ധനസ്ഥനാക്കപ്പെട്ടവനാണ്, പഞ്ചേന്ദ്രിയങ്ങളുടെ അടിമയാണ്. അതുകൊണ്ടാണ് നിനക്ക് നിൻ്റെ യാഥാർത്ഥ്യം അറിയാത്തത്. ആദിസത്തയായ ഗുരു വന്ന് സദാശിവൻ തൻ്റെ കൃപ കൊണ്ട് ഈ സാധകനെ ഉണർത്തിക്കുമ്പോൾ, നീ തന്നെയാണ് ശിവമെന്ന് ഉണർത്തിക്കുമ്പോൾ സത്യത്തിൽ അത് തിരിച്ചറിഞ്ഞ് ആ ജീവൻ പരമാത്മാവായി ലയിക്കുന്നു, പശു പതിയിൽ ലയിക്കുന്നു. ഈ സത്യം തന്നെയാണ് നിത്യാനന്ദ ഭഗവാൻ ചിതാകാശ ഗീതയിൽ വിവരിക്കുന്നത്. മനസ്സിനോട് പറയുന്നൊരു ഭാഗമാണ്, അല്ലയോ മനസ്സേ, ഇതിനും അതിനും ഉള്ള ആശ വെടിഞ്ഞ് സദാ ആത്മദാസനാവുക.
ആത്മാവോടൊപ്പം അന്തർവശത്തിങ്കൽ കളിയാടുക. ചിത്തത്തെ സത്തിൽ ലയിപ്പിച്ച് അല്ലയോ മനസ്സേ സൂക്ഷ്മവിചാരശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിത്യമായും കളിയാടുക. അല്ലയോ മനസ്സേ രാപ്പകലിനെ വിസ്മരിച്ചും ബുദ്ധി പ്രകാശിക്കട്ടെ. ആത്മനിലീനമാണ് ബ്രഹ്മാണ്ടം എന്ന് അറിയുക. ആത്മാവിങ്കൽ സ്വപ്ന സുഷുപ്തികൾ ഐക്യപ്പെട്ട് ആത്മാവുമായി ഒന്നാവട്ടെ. ആത്മാവുമായി ലയിച്ച് മഹാശാന്തി അനുഭവിക്കുക. പ്രപഞ്ചം ഈ മഹാശാന്തി മനസ്സിലാക്കി ഇതിൻ്റെ മഹിമയെ എന്നും പാടട്ടെ. ബുദ്ധിയിൽ കൂടി മനസ്സ് സത്യത്തെ അറിയട്ടെ. സത്യമെന്നത് പഠിപ്പിക്കേണ്ട ഒരു മതമല്ല, നിൻ്റെ ഉള്ളിൽ ചിന്തന ചെയ്യൂ. സത്യം ഓങ്കാരമായി പ്രകാശിക്കട്ടെ. ബുദ്ധിയെങ്കിൽ സ്മരണ അർപ്പിക്കപ്പെടട്ടെ. സത്യം മാത്രം നിലനിൽക്കട്ടെ. ചിത്തത്തെ ശരിയാവണ്ണം ശാന്തമാക്കട്ടെ. പ്രപഞ്ചം ചിദാകാശത്തിൽ ഏകീഭൂതമായി സമദൃഷ്ടിയോടെ വീക്ഷിക്കട്ടെ. സമദൃഷ്ടി എന്നാൽ എന്തെന്ന് മനസ്സിലാക്കി ഞാൻ, നീ എന്നീ ഭാവനകൾ ഇല്ലാതാവട്ടെ. സമദൃഷ്ടിയാലെ നിത്യസത്യം അംഗീകരിക്കപ്പെടട്ടെ. സത്യമല്ലാതെ മറ്റൊന്നുമില്ല. ഈ തത്വം എല്ലായ്പ്പോഴും അറിയപ്പെടട്ടെ. ഇതാണ് സച്ചിദാനന്ദം. സൃഷ്ടിയുടെ ആദ്യന്തം സത്യം മാത്രം. അകത്തും പുറത്തും സത്യം മാത്രം. ഏകത്വഭാവം സത്യമത്രേ. രണ്ടന്തഭാവം സംശയം. ഹൃദയത്തിൽ സദാ ധ്യാനിച്ചുകൊണ്ട് ഏകത്വത്തിൻ്റെ സത്യം പ്രതിഷ്ഠിക്കുക. സത്യമാണ് ഏറ്റവും ഉയർന്ന നേട്ടം. സത്യം പഞ്ചസാരയാണ്. പഞ്ചസാര എന്നത് നിർവികൽപ്പ തരുവിന്മേൽ ഉണ്ടാവുന്ന പഴത്തിൻ്റെ രസമാണ്. സൗഹൃദത്തിൻ്റേതായ ഇതത്രേ ജ്ഞാനരസം. ജ്ഞാനരസമത്രേ യോഗരസം. അപ്പോൾ ഈ ജ്ഞാനരസമായ യോഗരസം നുകരാൻ വേണ്ടിയിട്ട് ഇത് ചര്യ, ക്രിയ, യോഗം തുടങ്ങിയ പദ്ധതികളിലൂടെ, സാധനകളിലൂടെ ഒരു സാധകന് വളരെ പെട്ടെന്ന് ഈ ആവരണത്തെ, പഞ്ചേന്ദ്രിയങ്ങളുടെ ആവരണത്തെ മാറ്റാൻ കഴിയും. അപ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് സാധനയിൽ ശ്രദ്ധിക്കേണ്ടത്. ഏതൊക്കെ? ചര്യ, ക്രിയ, യോഗം. അങ്ങനെ ചര്യ, ക്രിയ, യോഗത്തിലൂടെ അല്ലയോ ജീവാത്മാവെ നീ സാക്ഷാൽ പരമാത്മാവായി തീരട്ടെ. അതായത് പശു പതിയിൽ ലയിക്കട്ടെ. അതിനുള്ള ഏറ്റവും വലിയ സാധന ചര്യ, ക്രിയ, യോഗം എന്നിവയാണ്. ഈ യോഗ സാധനയിലൂടെ, ഈ ചര്യയിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ശിവ സായുജ്യം നേടാൻ കഴിയും. അപ്പോൾ സ്വപ്ന സുഷുപ്തികളെല്ലാം ഒന്നിൽ ആത്മാവിൽ ഐക്യപ്പെടുന്നു. അത് മൂലം ഉളവാകുന്ന നിത്യശാന്തിയുടെ ആനന്ദഗീതങ്ങൾ ലോകം മുഴുവൻ ഏറ്റുപാടട്ടെ. ആ മഹാശാന്തി അനുഭവിച്ച് ധന്യമാകട്ടെ. സൂക്ഷ്മബുദ്ധിയാലെ സത്യമെന്തെന്ന് അറിയട്ടെ. അതായത് ശുദ്ധമായ ബുദ്ധിയിൽ ആത്മചൈതന്യം പ്രകാശിക്കട്ടെ. ഈ സത്യം നീ ഉള്ളിലേ തേടുക, ഹൃദയത്തിൽ തേടുക. നിനക്ക് പുറത്തായി വേറൊരു സത്യമില്ല. സത്യദർശിയായ ഋഷി മന്ത്രിച്ചത് ഇതാണ്. ബൃഹദാരണ്യകോപനിഷത്തിൽ പറയുന്നത് ഇതാണ്. ഇതാ നോക്കുക, എൻ്റെ മലയാളം അർത്ഥം മാത്രം നോക്കാം. സത്യം എന്തിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്? ഹൃദയത്തിൽ എന്ന് യാജ്ഞവൽക്യൻ മറുപടി പറഞ്ഞു. ഹൃദയം കൊണ്ടാണല്ലോ സത്യത്തെ അറിയുന്നത്. ഹൃദയത്തിൽ തന്നെയാണ് സത്യം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ തന്നെയാണ് സത്യം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ഇതാണ് രമണ മഹർഷി പറയുന്ന ഹൃദയവിദ്യ. ചതുശ്ലോകി ഭാഗവതത്തിലും
ഇത് തന്നെയാണ് പറയുന്നത്. ആത്മതത്വം അറിവാൻ ആഗ്രഹിക്കുന്നവൻ വിചാരിച്ചറിയേണ്ടതും ഇത്ര മാത്രമാകുന്നു. ഏതൊന്ന് അന്വയത്താലും വ്യതിരേകത്താലും എല്ലാറ്റിലും എല്ലായ്പ്പോഴും ഉണ്ടോ അതുതന്നെ ആത്മാവ്. സത്യം മാത്രം എന്നും നിലനിൽക്കുന്നു. സത്യത്തിന്, ആത്മാവിന് നാശമില്ല. അജോ നിത്യഃ ശാശ്വതോയം പുരാണോ. ജന്മമില്ലാത്തവൻ, നാശമറ്റവൻ, ഒരേ വിധമായിരിക്കുന്നവൻ, മുമ്പ് തന്നെ ഉള്ളവൻ, സനാതനവും പവിത്രവുമായവൻ. നിത്യബ്രഹ്മമെന്ന പേരിൽ വേദാന്തത്തിൽ അറിയപ്പെടുന്നതാണ് സത്യം. സത്യസ്യ സത്യം എന്ന് ഋഷിമാർ വിശേഷിപ്പിക്കുന്നു. സത്യസ്യ സത്യം എന്നാൽ എന്താണ് നോക്കാം. കഴിഞ്ഞതും ഇപ്പോൾ നടക്കുന്നതും വരാൻ പോകുന്നതുമായ കാലങ്ങളിൽ ഏതൊന്ന് നശിക്കാതിരിക്കുന്നുവോ ആ വസ്തുവിനെ സത്യമെന്ന് പറയുന്നു. പ്രാണൻ, ദിക്ക്, ആകാശം, കാലം എന്നിങ്ങനെ വ്യവഹരിക്കപ്പെടുന്ന രൂപരഹിത ദ്രവ്യങ്ങൾ രൂപമുള്ള പദാർത്ഥങ്ങളെക്കാൾ അധികകാലം നിലനിൽക്കുന്നവയാകയാൽ പ്രാണാദികളെ സത്യമെന്ന് പറയുന്നു. എന്നാൽ രൂപമില്ലെങ്കിലും ഇവ ഏതൊന്നിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നുവോ ആ ശക്തിയെ സത്യത്തിൻ്റെയും സത്യമെന്ന് വേദാന്ത ശാസ്ത്രത്തിൽ വ്യവഹരിക്കുന്നു. ഇതിന് തുല്യമായോ അധികമായോ ഇരിക്കുന്ന മറ്റൊരു വസ്തുവില്ലാത്തതുകൊണ്ടാണ് ഇതിനെ സത്യത്തിൻ്റെയും സത്യമെന്ന് പറയുന്നത്. സ്വരൂപമുള്ളതും ഇല്ലാത്തതുമായ ദ്രവ്യങ്ങളുടെ ആശ്രയമായിരിക്കുന്ന ഈ മഹത് വസ്തു ശബള ബ്രഹ്മമെന്നറിയപ്പെടുന്നു. ഇതിന് ആശ്രയമായിരിക്കുന്നത് യാതൊന്നോ അതാണ് സത്യത്തിൻ്റെയും സത്യമായിരിക്കുന്നത്. ഇതാണ് വിവേക ചൂടാമണി വിശദീകരിക്കുന്ന സത്യത്തിൻ്റെ സത്യം. സകലതിനും അധിഷ്ഠാനമായി, സർവവസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നതായി, സർവ ആകാരണയും വിളങ്ങുന്നതായി, സർവവ്യാപകമായി, തന്നിൽ നിന്ന് അന്യമായി വേറൊന്നുമില്ലാത്തതായി, നിത്യവും ശുദ്ധവും നിരവയവവുമായി, സനാതനമായി, നാനാത്വമറ്റതായി, അദ്വൈതമായി വർത്തിക്കുന്ന ബ്രഹ്മം ഏതോ അത് തന്നെയാണ് ഞാൻ. അതത്രേ ആത്മാവ്. ദൈവം, ബ്രഹ്മാവ്, അല്ലാഹു തുടങ്ങിയ ഏത് വിവിധ നാമങ്ങളാലും അറിയപ്പെടുന്നത് ഇത് തന്നെയാണ്. സത്യദർശികളായ ഋഷിമാരാൽ പ്രഖ്യാപിക്കുന്ന സോഹം തത്വം, അത് ഞാനാകുന്നു എന്ന ആത്മതത്വം, അത് സൂഫിസത്തിലെ ആനൽ ഹക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറയുന്നത് സോഹം, അത് ഞാനാണ്. ഈ സോഹത്തിലൂടെ, ഈ ആജപമന്ത്രധ്യാനത്തിലൂടെ തന്നെ ഒരാൾക്ക് ശിവസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ സോഹം, അത് ഞാൻ തന്നെ എന്നുള്ള സത്യം ഈ ആജപാധ്യാനത്തിലൂടെ തന്നെ ഒരാൾക്ക് നേടാൻ ഒരു പ്രയാസവുമില്ല എന്നാണ് ഇവിടെ നിത്യാനന്ദ ഭഗവാൻ വിശദീകരിക്കുന്നത്. അപ്പോൾ സോഹം ധ്യാനത്തിൻ്റെ മഹത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനു മുമ്പ് നാം പലപാട് സോഹം ധ്യാനത്തെക്കുറിച്ചിട്ട്, അജപ ധ്യാനത്തെക്കുറിച്ചിട്ടെല്ലാം വളരെ വിശദമായി കണ്ടിട്ടുള്ളതാണ്. പല പഴയ എപ്പിസോഡുകളിലും ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഓം ശിവായ നമഃ.